ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലട്ട്, ലങ്, റിട്ട്, ലോട്ട് ഇത്രയും ധാതുക്കളിൽ ആയിട്ട് ബന്ധമുള്ള ക്രിയകൾ വെച്ചാണ് നമ്മൾ വാക്യങ്ങൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്കിന്ന് വേറൊരു ലകാരം നോക്കാം, വിധിലിംഗ്. ഇപ്പം ലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ആശീർവാദം, അനുഗ്രഹം, പിന്നെ അനുവാദം, പിന്നെ പ്രാർത്ഥന, ഈ രീതിയിലൊക്കെയാണ് അത് വരുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, വിധിലിംഗും അതുപോലെ തന്നെയാണ്. അനുഗ്രഹ, ആശീർവാദം, അനുവാദമൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇത് നോക്കാം. അതായത് ഭൂധാതു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വിധിലിംഗ് എങ്ങനെ വരും? ലോട്ട് എങ്ങനെ വന്നു? ഭവതു, ഭവതാം, ഭവന്തു, ഭവ, ഭവതം, ഭവത, ഭവാനി, ഭവാവ, ഭവാമ. എന്നാൽ വിധിലിംഗ് വരുന്ന നോക്കിക്കോളൂ. ഭവേത്, പ്രഥമപുരുഷൻ വന്നപ്പോൾ ഭവേത്, ഭവേതാം, ഭവേയുഹു. മധ്യമപുരുഷൻ ഭവേഹെ, ഭവേതം, ഭവേത. ഉത്തമപുരുഷൻ ഭവേയം, ഭവേവ, ഭവേമ. ഇപ്പോൾ ഗമധാതു ആണെങ്കിലോ ഗച്ഛേത്, ഗച്ഛേദം, ഗച്ഛേ, ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതേ രീതിയിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഓരോന്നാക്കി നമുക്ക് നോക്കാം. ആദ്യത്തത്, പ്രഭോ അങ്ങയുടെ കൃപയാൽ ദേശത്തിൽ സുഖമുണ്ടാകട്ടെ. പ്രഭുവിനെ വിളിച്ച് പറയുകയാണ് പ്രഭോ. അപ്പോൾ പ്രഭോ എന്ന് തന്നെയാണ്. പ്രഭോ അങ്ങയുടെ കൃപ. അങ്ങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തച്ഛബ്ദമാണ് വരേണ്ടത്. തച്ഛബ്ദത്തിന് ഉടേ വരുന്നപ്പോഴത്തേക്ക് ഷഷ്ടി ഏകവചനം. തവ കൃപയാൽ തവ, അങ്ങയുടെ തവ. ഇനി കൃപയാൽ എന്നുള്ളത്, കൃപ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. കൃപ. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ കൃപയാൽ ആൽ വരുന്ന ഏതാണ്? തൃതീയല്ലേ. അപ്പോൾ കൃപയാ. അപ്പം രമാശബ്ദമാണ് രമയാ. പക്ഷേ പിന്നെ പുല്ലിംഗ ശബ്ദമാണെങ്കിലോ ബാലശബ്ദമാണെങ്കിലോ ബാലകേന അല്ലെങ്കിൽ ബാലേന എന്നാണ് വരുന്നത്, പുല്ലിംഗമാണെങ്കിൽ. സ്ത്രീലിംഗം ആകുമ്പോൾ കൃപയാ, തവ കൃപയാ. കൃപയാ എന്ത്? ദേശത്തിൽ. എന്ന് പറയുമ്പോഴത്തേക്ക് ദേശം ശബ്ദമാണ്. അതിൻ്റെ സപ്തമി വരും ദേശേ. ദേശത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? സുഖമുണ്ടാകട്ടെ, അനുഗ്രഹിക്കുകയാണ്. സുഖം തന്നെയാണ്. ഇനി അടുത്തതാണ് നോക്കേണ്ടുന്നത്, എങ്ങനെയാണ് അവിടെ വരുന്നത് സുഖം. ഇപ്പം നിനക്ക് സുഖമാണെങ്കിൽ മധ്യപുരുഷൻ വന്നേനെ. ഇവിടെ അതല്ല. ദേശം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തേർഡ് പേഴ്സണാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ് ഇവിടെ? ഇപ്പോൾ ഇവിടെ ഭവേദാണ്. ഭവേദ് ആകുമ്പോഴത്തേക്ക് പിന്നെ ദേശത്തിന് പറയുമ്പോഴത്തേക്ക് ദേശം ഒറ്റ ദേശമാണ്. അപ്പം ഭവേതാണ് വരുന്നത്. സുഖം ഭവേത്. സുഖം ഭവേത്. അടുത്തത്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകണോ? അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ്. പോകണോ? അപ്പോൾ കിം ആദ്യം വരണം അല്ലേ. കിം. ഇനി ഞാനെന്നുള്ളതിന് അഹം. ഇവിടെ കിം പ്ലസ് അഹം, കിമഹം എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ അങ്ങനെ എഴുതുന്നില്ല. കിം പ്ലസ് അഹം. അപ്പം കിം അഹം. അവൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് തച്ഛബ്ദമാണ്. അതിൻ്റെ ഷഷ്ടി എങ്ങനെ വരും? തസ്യ. ഇവിടെ അത് അവളുടെ എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? തസ്യാഹ ആയാനെ. തസ്യ വീട്ടിലേക്ക് എന്നുള്ളത് എന്താ? ദ്വിതീയ വിഭക്തിയാണ്. വീടെന്ന് പറയുന്നത് ഗൃഹമാണ്. അപ്പം ഗൃഹത്തിൻ്റെ ദ്വിതീയ ഗൃഹം തന്നെയാണ്. അപ്പം ഗൃഹം, ഗൃഹേ, ഗൃഹാണിയാണ് പ്രഥമ. പിന്നെ ഇത് ദ്വിതീയ വരുമ്പോഴെങ്ങനെയാണ്? ഗൃഹം, ഗൃഹേ, ഗൃഹാണി. അപ്പം ഗൃഹം, തസ്യ ഗൃഹം. ഇനി തസ്യ ഗൃഹം പോകണോ? പോകുക എന്നുള്ളത് എന്താണ്? ഗമധാതുവാണ്. അപ്പം ഗച്ഛേത്, ഗച്ഛേദാം, ഗച്ഛേയുഹു. അപ്പം തസ്യ ഗൃഹം അഹമാണ് വന്നത്. ഇവിടെ അഹം വരുമ്പോൾ ഉത്തമപുരുഷനല്ലേ വരേണ്ടുന്നത്. അപ്പം ഇവിടെ ഭവേയം പോലെ ഗച്ഛേയം, ഗച്ഛേവ, ഗച്ഛേമ. അപ്പം ഇവിടെ ഗച്ഛേയം. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത്, ഭഗവാന്റെ കൃപയാൽ നിങ്ങൾ സുഖമുള്ളവരും രോഗമില്ലാത്തവരുമായി ഭവിക്കട്ടെ. അനുഗ്രഹിക്കുകയാണ്. ഭഗവാന്റെ കൃപയാൽ
ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ് ഭഗവാനെ പറയുന്നത്? ഭഗവാൻ തന്നെയാണല്ലേ. പ്രഭു എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭോഹോ കൃപ, പ്രഭോഹോ പ്രഭുവിൻ്റെ, പ്രഭോഹോ കൃപയാ, പ്രഭോഹോ പ്രഭോഹോ കൃപയാ. അപ്പോൾ ഇവിടെ നേരത്തെ കൃപ വന്നു, അതുപോലെ തന്നെ കൃപയാ എന്ന് പറയുമ്പം തൃതീയാണ്. കൃപയാ, കൃപയാ, പ്രഭോഹോ കൃപയാ. നിങ്ങൾ, നിന്ന് ത്വം യുവത്തിൻ്റെ പിന്നെ ഇത് എങ്ങനെ വരും? ഏതാണ് അവിടെ? നിങ്ങൾ യൂയമാണല്ലേ. യൂയം. ഇനി സുഖമുള്ളവർ എന്ന് സുഖം, സ്വസ്ഥ, അതിൻ്റെ ബഹുവചനം സ്വസ്ഥാഹ, സ്വസ്ഥാഹ. പിന്നെ രോഗമില്ലാത്തവർ, നീരോഗാഹ, നീരോഗയാണ് രോഗമില്ലാത്തവർ, സിംഗുലർ. നീരോഗാഹ, നീരോഗാഹ. ഇനി ഇവിടെ രണ്ട് മതി, സ്വസ്ഥാഹ നീരോഗാഹ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു ആൻഡ് വേണ്ട ഇച്ച, നീരോഗാഹ അച്ച. ഇനി അടുത്ത എങ്ങനെ വരും? ഇവിടെ നോക്കൂ, പിന്നെ ഇവിടെയും ഭൂധാതു തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ യൂയം വരുമ്പോഴത്തേക്ക് യൂയത്തിന് ഏതാ ചേരുന്നത്? മധ്യപുരുഷനല്ലേ. ഭവേഹേ, ഭവേദം, ഭവേദ. അപ്പോൾ ഏത് വരും? ഭവേദ, ഭവേദ, ഭവേദ. അപ്പോൾ പ്രഭോഹോ കൃപയാ, പ്രഭുവിൻ്റെ കൃപയാൽ, യൂയം നിങ്ങൾ, സ്വസ്ഥാഹ നീരോഗാഹ ച, സുഖമുള്ളവരും രോഗമില്ലാത്തവരുമായി ഭവേദ ഭവിക്കട്ടെ. അടുത്തത് ഞങ്ങൾ ചിത്രങ്ങൾ കണ്ടോട്ടെ. ഞങ്ങൾ എന്ന് പറയുമ്പം അഹം ആവാം വയമാണ് അല്ലേ. വയമാണത്, വയം. ചിത്രം എന്നുള്ളതിന് ചിത്രം, ചിത്രേ, ചിത്രാണിയാണ്. ബഹുവചനമല്ലേ ചിത്രാണി, ചിത്രാണി. ഇനി അടുത്ത കാണുക എന്നുള്ളത് എന്തെന്നാണ്? ദൃശ്യധാതുവാണ്. അപ്പം പശ്യതി, പശ്യതഃ, പശ്യന്തിയാണ് വർത്തമാനകാലത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പശ്യേ, ഇവിടെ ഈ രീതിയിലാണെങ്കിലോ ഞങ്ങളാണ്. അപ്പം വയം, ഭവേമ, ഭവേമ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പശ്യേമ, അല്ലെങ്കിൽ ദൃശ്യേമ, പശ്യേമ, ഭവേയം, ഭവേവ, ഭവേമ. അപ്പം ചിത്രാണി പശ്യേമ, പശ്യേമ, ദൃശ്യാണി പശ്യേമ. അപ്പം വയം ചിത്രാണി കിം വയം, അവിടെ വേണം കിം അല്ലേ, ക്വസ്റ്റ്യൻ വന്നല്ലോ. അപ്പം കിം വയം ചിത്രാണി പശ്യേമ ആണ് വരുന്നത്. അടുത്തതിക്കോളൂ. അഞ്ചാമത്തെ, നാം രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി തൽപരരായിരിക്കണം. നാം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ്. നാം അഹം ആവാം വയം അല്ലേ. വയം. രാജ്യം എന്ന് പറയുമ്പോൾ ദേശം എന്ന് പറയാം, രാജ്യം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഷഷ്ടിയാണ് രാജ്യത്തിൻ്റെ. ദേശസ്യ അല്ലെങ്കിൽ രാജ്യസ്യ, ദേശസ്യ, ദേശസ്യ. ഇനി രക്ഷയ്ക്കായി, രക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് രക്ഷ തന്നെ, പക്ഷെ അത് രക്ഷ എന്നുള്ളത് എന്താണ്? ആ ദീർഘമാണ്. അപ്പോൾ അതിന് പിന്നെ ഇത് രക്ഷയ്ക്കായി ആയിക്കൊണ്ട് ചതുർത്ഥിയല്ലേ വരുന്നത്. രക്ഷായൈ, രക്ഷയ്ക്കായിക്കൊണ്ട്, രക്ഷായൈ, രക്ഷായൈ. ഇനി തൽപരരായിരിക്കണം. തൽപരാഹ, തൽപരാഹ, തത്പരാഹ, തത്പരാഹ, താല്പര്യമുള്ളവർ എന്നുള്ള അർത്ഥം. തത്പരാഹ. അടുത്തതാണ് എന്ത് വരുന്നത്? നമ്മളാണല്ലേ. അപ്പം ഇവിടെ ഭവേ ഏത് വരും? നമ്മളാകുമ്പോഴത്തേക്ക് ഉത്തമ പുരുഷ ബഹുവചനമാണ്. ഭവേയം, ഭവേവ, ഭവേമ. അപ്പോൾ ഏത് വരണം? ഭവേമ. തൽപരാഹ ഭവേമ, ഭവേമ. അടുത്ത, അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഴങ്ങൾ ഭക്ഷിച്ചോളൂ. ഇനി ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ അവിടെ ഒരു ഈഫ് എന്നുള്ള ആദ്യം വരണം അല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിനാണ് യതി തർഹി, യതി, ഈഫ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കും, അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ യതി തേ, അവർ എന്നുള്ളതിനെങ്കിൽ തേ, യതി തേ, അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ഛതി, ഇച്ഛതഹ, ഇച്ഛന്തി. അതിൻ്റെ എന്ത് വരണം?
വിധിലിംഗ് തന്നെ വരണം. അപ്പം ഇവിടെ അവർ എന്നുള്ള ഇവിടെ നോക്കിക്കോളൂ, ഭവേത് ഭവേദാം ഭവേയു. അപ്പം ഇച്ഛേത് ഇച്ഛേദാം ഇച്ഛേയുഹു ആണ് വരേണ്ടുന്നത്. യതിഥേ ഇച്ഛേയുഹു ആഗ്രഹിക്കുന്നു. ഇനിയാണ് എങ്കിൽ വരുന്നത് തർഹി. യതി വരുമ്പോൾ ഉടനെ തർഹിയും വരുന്നു അവിടെ. യതി തർഹി പഴങ്ങൾ കഴിച്ചുകൊള്ളൂ. പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഫലം. ഫലം ഫലേ ഫലാനി. ഫലാനി ഫലാനി. ഇനി അടുത്ത നോക്കിക്കോളൂ, കഴിക്കുക എന്നുള്ളതിന് ഭക്ഷേതി ഭക്ഷേത ഭക്ഷേതി അല്ലാട്ട്. അതിൻ്റെ വിധിലിംഗ് നോക്കിക്കോളൂ. ഇവിടെ ഭവേയം ഭവേവ ഭവേമ. അപ്പോൾ ഇവിടെ ഇതല്ലേ വരേണ്ടുന്നത്. അതായത് പിന്നെ അവറാണ്. ഭവേത് ഭവേദാം ഭവേയുഹു. അപ്പം ഫലാനി ഭക്ഷേത് ഭക്ഷേദാം ഭക്ഷേയുഹു. ഭക്ഷേയുഹു. അടുത്തത് അവർ ദിവസവും വ്യായാമം. ഒന്നുകൂടെ യതിത്തെ ഇച്ഛേയുഹു. യുഹു വിസർഗമുണ്ട് അവിടെ. ഇച്ഛേയുഹു തർഹി ഫലാനി ഭക്ഷേയുഹു. അവർ ദിവസവും വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശക്തരായിത്തീരും. അവിടെ അതുപോലെ തന്നെ വരുന്നുള്ളൂ. യതി തർഹി വരണം. അപ്പോൾ നമ്മൾ യതി അവറാണ്. അവറാകുമ്പോൾ തേ തന്നെയാണ്. യതി തേ ദിവസവും എന്ന് പറഞ്ഞാൽ പ്രതിദിനം. യതിത്തെ പ്രതിദിനം. ഇനി വ്യായാമത്തിന് എന്താ? വ്യായാമം തന്നെയാണ്. വ്യായാമം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആചരിക്കുക എന്നുള്ളത്. അപ്പം അവിടെ ചെയ്യുകയാണ് എന്നുള്ളപ്പോഴത്തേക്ക് ആചരേയുഹു. അത് ഇവിടുത്തെ പോലെ ആചരേയുഹു ചരേയുഹു. പിന്നെന്ത് ചെയ്യണം? തർഹി. തർഹി എന്തായിത്തീരും? ശക്തരായിത്തീരും. ശക്തർ എന്ന് പറഞ്ഞാൽ ബലിഷ്ഠാഹ. ബലിഷ്ഠർ. ഇതാണ് ബഹുവനം ബലിഷ്ഠാഹ. 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 ഇനി അടുത്ത നോക്കിക്കോളൂ. ആയിത്തീരും എന്നുള്ള നേരത്തെ വന്നതുപോലെ തന്നെ ഇവിടെ തേയാണ്. അപ്പം ഭവേയുഹു. ഭവേയുഹു. ബലിഷ്ഠാഹ ഭവേയുഹു. യതി തേ പ്രതിദിനം വ്യായാമം ആചരേയുഹു തർഹി ബലിഷ്ഠാഹ ഭവേയുഹു. അടുത്തത്, നീ ആലസ്യം ത്യജിച്ചാൽ യോഗ്യനായിത്തീരും. നീ എന്ന് പറയുമ്പോൾ അറിയാം ത്വം അല്ലേ. ഇനി ത്യജിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും? അവിടെ യതി വരണ്ടേ? യതി ഇഫ്. യതി ത്വം. യതി ത്വം. ആലസ്യം എന്നുള്ളത് ആലസ്യം തന്നെയാണ്. മടിയാണത് ആലസ്യം. അടുത്തെയാണ് നോക്കേണ്ടത് ത്യജിച്ചാൽ. അപ്പം ത്യജിച്ചാൽ ത്യജിക്കുക എന്നുള്ളത് ഇവിടെ വിധിലിംഗ് വരുമ്പോൾ ഇപ്പം ഭവേ അത് മധ്യപുരുഷനല്ലേ വരേണ്ടത് തൊമ്മായതുകൊണ്ട് ഭവേഹേ ഭവേദം ഭവേദ്. അപ്പം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ത്യജേതാണ്. ത്യജേതാം ത്യജേയുഹു. അപ്പം ഇവിടെ വരുമ്പോൾ ത്യജേഹേ. ആലസ്യം ത്യജേഹേ. ആലസ്യം ത്യജേഹേ. പിന്നെ തർഹി യോഗ്യനായി തീരും. യോഗ്യൻ എന്ന് പറയുമ്പോൾ യോഗ്യൻ തന്നെ. യോഗ്യ. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് യോഗ്യ, അല്ലെങ്കിൽ യോഗ്യാഹയായ തന്നെ യോഗ്യ. ഇനി അടുത്ത എങ്ങനെ വരും? ആയിത്തീരും. ഭൂധാതു അല്ലേ ആയിത്തീരും എന്നുള്ളപ്പോഴത്തേക്ക് അതിൻ്റെ വിധിലിംഗ് എങ്ങനെ വരും? ഭവേഹേ. മധ്യം ഇവിടെ തൊമ്മായതുകൊണ്ട് ഭവേഹേ. യോഗ്യാഹ ഭവേഹേ. എങ്ങനെയാണ് വരുന്നത് വിധിലിംഗിൻ്റെ അധികം വേണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം തൊട്ട് എല്ലാം കൂടിയുള്ള നിങ്ങൾ ഇത്ര ദിവസം പഠിച്ചത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.